ഇന്നലെ ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച 5 MBBS വിദ്യാർത്ഥികൾക്ക് യാത്രാമൊഴി. ചേതനയുടെ ശരീരം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപാഠികളും അധ്യാപകരും ബന്ധുക്കളും വിതുമ്പി. പലർക്കും വിയോഗം ഉൾക്കൊള്ളാനായില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ്, വീണ ജോർജ് എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങുകൾ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ നടക്കുകയാണ്. ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജിയുടെ സംസ്കാരം നാളെയാണ്. ദേവാനന്ദന്റെ മൃതദേഹം കോട്ടയം മറ്റക്കരയിലെ കുടുംബ വീട്ടിൽ എത്തിച്ചു. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മറ്റക്കരയിലാണ് സംസ്കാരം. നവമി ദിനേശും ശരണ്യ സ്നേഹജനും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ലക്ഷദ്വീപ് സ്വദേശിയാണ് മരിച്ച മുഹമ്മദ് ഇബ്രാഹിം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ചടങ്ങുകളുടെ വിശദാംശം? നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ലക്ഷദ്വീപ് സ്വദേശിയായ ആന്ത്രോത്ത് സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിമിന്റെ ഖബറടക്കം നടക്കുകയാണ്. اغفر له وارحمه اللهم اغفر له وارحمه منه من كل الفساد اللهم ثبته عند السؤال اللهم علمه الجواب اللهم علمه الجواب اللهم جعل القبر عن جنبيه اللهم جعل القبر عن جنبيه اللهم اغفر له وارحمه اللهم اغفر له وارحمه اللهم أعينه من كل الفزع اللهم ثبته عند السؤال اللهم علمه الجواب اللهم اغفر له وارحمه اللهم ثبته عند السؤال اللهم علمه الجواب اللهم جاب القبر عن جنبه اللهم اغفر له وارحمه
اللهم ألهمه الجواب اللهم جاف القبر عن جنبي اللهم اغفر له وارحمه اللهم ثبته عند السؤال اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم جاف القبر عن جنبي اللهم جاف القبر عن جنبي اللهم اغفر له وارحمه اللهم اغفر له وارحمه اللهم آمنه من كل فزع اللهم آمنه من كل فزع ثبته عند السؤال നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, എന്തൊക്കെയാണ് വിവരങ്ങൾ? മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ എത്തിയോ? മറ്റ് വിശദാംശങ്ങൾ എന്താണ്? ثبته عند السؤال اللهم ألهمه الجواب اللهم جاف القبر عن جنبي اللهم اغفر له وارحمه اللهم آمين. മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ സംസ്കാര ചടങ്ങുകൾ ലക്ഷദ്വീപ് സ്വദേശിയാണ് മുഹമ്മദ് ഇബ്രാഹിം. ലക്ഷദ്വീപ് ആ നാടിൻ്റെ പ്രതീക്ഷയായിരുന്നു മുഹമ്മദ് ഇബ്രാഹിം. ഇപ്പോൾ കൊച്ചിയിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് നാടിനെ നടുക്കിയ, കേരളത്തെ സങ്കടക്കടലാക്കിയ വലിയ ഒരു ദുരന്തം നടന്നത്. നാടിൻ്റെ പ്രതീക്ഷകളായിരുന്ന, മെഡിക്കൽ രംഗത്ത് തങ്ങളുടെ കഴിവുകൾ നാടിനു വേണ്ടി സമർപ്പിക്കേണ്ടിയിരുന്ന 5 കുട്ടികളാണ് ഇപ്പോൾ മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത്. നവമി ഇപ്പോൾ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ചടങ്ങുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളൊക്കെ എത്തിയോ? ബന്ധുക്കളും മാതാപിതാക്കളും ഒക്കെ ഇവിടേക്ക് എത്തിയോ? രഞ്ജിത്ത്, എറണാകുളം ടൗൺ ജുമാ മസ്ജിദിലാണ് മുഹമ്മദ് ഇബ്രാഹിമിന്റെ ഖബറടക്കം. അവസാന ചടങ്ങുകൾ, അവസാന പ്രാർത്ഥന ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഖബറടക്കം ഉണ്ടാകുക. എന്തായാലും മൃതദേഹം ഖബറിലേക്ക് വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മാതാപിതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. മാതാപിതാക്കളെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത തീരാ നോവ് തന്നെയാണ്. 19 വയസ്സ് മാത്രമുള്ള തന്റെ മകൻ ഇന്ന് ഈ നിമിഷം മുതൽ തങ്ങളോടൊപ്പം ഇല്ല എന്നറിയുന്ന ആ ഒരു നിമിഷം എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ബന്ധുക്കൾ അവരെ ചേർത്ത് നിർത്തുന്നുണ്ടായിരുന്നു. മകന്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ആ മാതാവിന്റെ ആ ഒരു കാഴ്ച അവിടെ കണ്ടുനിന്ന് എല്ലാവരുടെയും ഹൃദയം അരിയിക്കുന്നതായിരുന്നു. ആ ദൃശ്യങ്ങൾ കണ്ട് കരയാത്തവരാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പിതാവ് തന്റെ സ്വപ്നം, തങ്ങളുടെ പ്രതീക്ഷയായിരുന്നു ആ മകൻ ഇപ്പോൾ തങ്ങൾക്കൊപ്പമില്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കുന്നതിനുമൊക്കെ അപ്പുറത്താണ്. ലക്ഷദ്വീപ് ആന്ധ്രോത്തുകാരനാണ് മുഹമ്മദ് ഇബ്രാഹിം. മത്സ്യത്തൊഴിലാളിയാണ്. അച്ഛൻ കവരത്തിൽ തന്നെ UD ക്ലർക്കായി ജോലി ചെയ്യുകയാണ്. മാതാവ്, ആ മാതാപിതാക്കളെ സംബന്ധിച്ച് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ തന്റെ മകൻ തങ്ങൾക്കൊപ്പമില്ല എന്നറിയുന്ന ആ ഒരു നിമിഷം, ഈ അപകടം നടക്കുന്നതിന് മണിക്കൂറുകൾ മുൻപാണ് തന്റെ മാതാപിതാക്കൾ അമ്മയെ വിളിച്ച് മുഹമ്മദ് ഇബ്രാഹിം വിശേഷങ്ങളൊക്കെ പറയുകയും സുഹൃത്തുക്കൾക്കൊപ്പം പോവുകയാണെന്ന കാര്യമൊക്കെ പറയുന്നതും. അപ്പോഴൊന്നും അവർ അറിയുന്നില്ല പിന്നീട് തന്റെ മകൻ ഇനി ഒരിക്കലും തങ്ങളെ വിളിക്കില്ല, അല്ലെങ്കിൽ തങ്ങളുടെ മകനെ ഇനി തങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു മകന്റെ മരണ വാർത്ത ആ കുടുംബത്തിനെ താങ്ങുന്നതിനും അപ്പുറം തന്നെയാണ്. 19 വയസ്സ് മാത്രമേ ഉള്ളൂ മുഹമ്മദ് ഇബ്രാഹിമിന്. ഒരു അനിയനുണ്ട്, 4ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു അനിയൻ. അവൻ അനിയനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. തന്റെ സഹോദരൻ ഇനി തങ്ങൾക്കൊപ്പം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയാനുള്ള പ്രായം ആയി വരുന്നതേ ഉള്ളൂ ആ സഹോദരനെ. മാതാപിതാക്കളെ സംബന്ധിച്ച് അത്രയേറെ ദുഃഖം തന്നെയാണ് സ്വന്തം മകൻ തങ്ങൾക്കൊപ്പം ഇല്ല എന്നറിയുന്ന ഈ ഒരു നിമിഷം. ഒപ്പം മുഹമ്മദ് ഇബ്രാഹിമിന്റെ സുഹൃത്തുക്കളും, കവരത്തിയിലെ തന്നെ സുഹൃത്തുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുമൊക്കെ നിറ കണ്ണുകളോടെയാണ് അവസാനമായി മുഹമ്മദ് ഇബ്രാഹിമിനെ കാണാനായി ഇവിടെ എത്തിയത്. ആന്ധ്രത്തിൽ നിന്നും മുഹമ്മദ് ഇബ്രാഹിം ഉൾപ്പെടെ 3 പേരാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിക്കാനായി പോയത്. ആ സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ വലിയ ഒരു വിഷമത്തിലാണ് നിൽക്കുന്നതും.
വിശ്വസിക്കണം. محمد رسول الله صلى الله عليه وسلم وكل تشهد أن الموت حق وأن القبر حق وأن السؤال حق وأن الجواب حق وأن البعث حق وأن النار حق وأن لقاء الله تبارك وتعالى حق إذا جاءك الملكان الموكلان الكريمان الهائلان المسميان بمنكر ونكير عليه الصلاة والسلام وإن دعاك وأجلساك ولا يروعك ولا يهوداك وإذا سألك من ربك ومن نبيك وما إمامك وما قبلتك ومن إخوانك فقل لهما بلسان طيب بلا فزع ولا حرج الله ربي ومحمد النبي صلى الله عليه وسلم القرآن إمامي والكعبة قبلتي والمؤمنون إخواني والمؤمنات أخواتي ثبتك الله بالقول الثابت ثبتك الله بالقول الثابت ثبتك الله بالقول الثابت يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية وادخلي في عبادي وادخلي جنتي. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم عليه هدية واصلة ورحمة نازلة وبركة شاملة بنا إلى حضرة نبينا وحبيبنا مصطفى محمد وإلى حضرات أصحابه البدريين والعليين وسائر الصحابة والقرابة كلهم أجمعين إلى حضرات من دفنوا في حوالي مسجد يا رب العالمين خاصة في هذا القبر يا رب العالمين. اللهم اغفر له وارحمه واعف عنه وعافه يا ذا الجلال والإكرام. اللهم اجمع بيننا وبينهم وبينه في دار جناتك النعيم مع الذي